ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വരം തരാണെങ്കിൽ നിങ്ങൾ എന്ത് വരമായിരിക്കും ദൈവത്തോട് ചോദിക്കുക? അതാണ് നമ്മുടെ എന്താ ചോദ്യം. അപ്പം നിങ്ങൾക്ക് എന്ത് വരമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. നമുക്കിവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവർക്ക് എന്താണ് ദൈവത്തോട് ഒരു വരമായിട്ട് ചോദിക്കാന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക വരമായിട്ട്? ഹൈ സാലറിയുള്ള ഒരു ജോലി ചോദിക്കും. പിന്നെ ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം വേണം, അതാണ് ചോദിക്കും. യാത്ര ചെയ്യാനുള്ള അവസരം വേണം. അവസരം ഇപ്പൊ ഇല്ലേ? ഇപ്പൊ ഇല്ല, കയ്യില് കാശില്ല. ഹൈ സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ പോവാലോ. ചിലപ്പോ പോകാൻ പറ്റിയില്ലെങ്കിലോ? പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നെ, എല്ലാം അറേഞ്ച് ചെയ്ത് തന്നെ, സെറ്റ് ആക്കി തന്നെ. ഇതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഇപ്പൊ തൽക്കാലം വേറെ അത്യാഗ്രഹം. സൂപ്പർ പവർ വേണമെന്നല്ലോ ഉണ്ടോ? പറക്കാനോ ഓടാനോ ഇൻവിസിബിൾ ആവാനോ? ആഗ്രഹിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ഫുഡ് കിട്ടണം. ഫുഡ് കിട്ടണം. പിന്നെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റണം. ഇത് രണ്ടും. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു വരം തന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചൂസ് ചെയ്യാ? വാപ്പാക്കും ഉമ്മാക്കും വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞാൻ മരിക്കണവരെ കൊണ്ടുനടക്കണം എന്നുള്ള ഒരു ചോദിക്കും. വേറെ ഒന്നും ഞാൻ ചോദിക്കില്ല. വേറെ വിഷസ് ഒന്നുമില്ല. സൂപ്പർ പവർ അതിന്റെ ഒന്നും ആവശ്യമില്ല. പാപ്പച്ചിക്കും മച്ചയ്ക്കും ഒരു രോഗമില്ലാണ്ട് മരിപ്പിക്കണം. എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ. ഞാൻ പണ്ടേ വിചാരിച്ചിട്ടുള്ളത്. അതാണ് ദൈവം വന്നു കഴിഞ്ഞാൽ പറയാനുള്ള ഒരു കാര്യം. അതാണ് പറയാനുള്ളത്. അതെ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വരം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാം? എന്റെ അച്ഛനെ തിരിച്ചു തരാൻ പറയും. അച്ഛനെ തിരിച്ചു തരാൻ പറ്റും. അച്ഛനാണോ മിസ് ചെയ്യണം ഒരുപാട്? അതിന് വേണമെന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരമായിരിക്കും നിങ്ങൾ ചോദിക്കുക? ഞാനൊരു എത്തിസ്റ്റ് അല്ല, എന്നാലും ദൈവം സപ്പോസ് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക? എന്തൊരു സൂപ്പർ പവേഴ്സ് വേണമെന്നുണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് മാർവലിന്റെ മൂവീസ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ സൂപ്പർ പവേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യണം തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ. സപ്പോസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സൂപ്പർ പവർ യൂസ് ചെയ്യാൻ ചോദിക്കുമോ? അറിയത്തില്ല. ആവാനോ, സ്പീഡിൽ ഓടാനോ, അല്ലെങ്കിൽ പറന്നടക്കാനോ? ഞാന് അതായത് ഇപ്പം എനിക്കൊന്ന് ഇപ്പം വിചാരിക്കുമ്പം ഒരാളുടെ അടുത്ത് നമ്മള് മറ്റേ ടെലിപ്പോർട്ട് ചെയ്യില്ലേ, ടെലിപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടി. നേരമേ പറഞ്ഞപ്പോ ടെലിപ്പോർട്ട് ചെയ്യുന്നതിനാ? അല്ല, ഇപ്പൊ ആള് കുറെ ദൂരെ ആയിരിക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്ന് തോന്നിയാ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാൻ പറ്റണം, ഫാസ്റ്റ് ആയിട്ട് ചെല്ലാൻ പറ്റണം. അതാണ്. നിങ്ങളിപ്പോ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് ഒരു വരം നിങ്ങൾക്ക് തരാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യാം? എന്തെങ്കിലും സൂപ്പർ പവേഴ്സ്. ഇപ്പൊ നമ്മളൊരു മാർവൽ മൂവീസ് കാണുകയാണ്, എന്തെങ്കിലുമൊക്കെ വേണം തോന്നിയിട്ടുണ്ടോ? മൈൻഡ് റീഡിങ്. അതെന്തിനാണ് മൈൻഡ് റീഡിങ്? ഇല്ല, നമ്മളുടെ മുമ്പില് നിൽക്കുന്നവരെല്ലാം ഒരു ആക്ടിങ് ഫേക്കിംഗ് ആണോ എന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി. അപ്പൊ അവരുടെ മൈൻഡ് റീഡ് ചെയ്യാനായിട്ട് അത് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഫിസിക്കലായിട്ടുള്ള വലിയ ഒന്നും ആവശ്യമില്ല. ഒരുപാട് ശക്തി വേണം ഹൾക്കിനൊക്കെ പോലെ? ഇത് തന്നെ മതി. ഇത് ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു. ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്ത് വരം ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? സ്പീഡ് കിട്ടാനുള്ളത്. സ്പീഡിൽ പോവാൻ. എന്താണ് സ്പീഡ് കൊണ്ട് നിങ്ങൾക്ക് ഗുണം? ഞാൻ ഒട്ടും പഞ്ചറല്ല, സോ സ്പീഡ് നന്നായിരിക്കും. രാവിലെ എണീച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓഫീസിലെ ലെവലിലേക്ക് എത്താൻ വേണ്ടി സ്പീഡ് ആയിട്ട് പോകാൻ വേണ്ടിയുള്ള സംഭവം വേണമെന്നായിരിക്കും. അതായിരിക്കും. വേറെ എന്തെങ്കിലും? ബാക്കിയുള്ളവരുടെ മനസ്സിൽ എന്താന്ന് അറിയാനായിട്ട്. മനസ്സ് കാണാൻ. ആരെങ്കിലും മനസ്സ് കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? ബാക്കിയുള്ളവർ എന്താ ചിന്തിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പവർ കിട്ടണമെന്നുണ്ട്. അത് ചോദിക്കണമെന്നുണ്ട്.